നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്, നന്മകളുണ്ട്. അനേകരുടെ വിശപ്പടക്കേണ്ടത് വിളമ്പുവാനാണ് നിന്റെ കയ്യിൽ തന്നതെങ്കിൽ നീ അതിനെ വിളമ്പി തന്നെ ആകണം. നിന്റെ കയ്യിൽ ലഭിച്ച അപ്പം ഏതെന്നറിയാമോ? ഞാൻ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞില്ലേ യേശു? ആ കാൽവരിയിൽ നുറുങ്ങിയ അപ്പമുണ്ടല്ലോ, അത് നിന്റെ കയ്യിൽ തന്നിരിക്കുന്നത് മിണ്ടാതിരിക്കാനല്ല, വിളമ്പുവാൻ. ആമേൻ. ജീവന്റെ അപ്പം ആമേൻ കിട്ടാതെ ആമേൻ പാപത്തിൽ മരിച്ച് 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 നരകത്തിലേക്ക് പോകുന്ന ജനങ്ങൾക്ക് ജീവന്റെ അപ്പം വിളമ്പുവാൻ നിന്റെ കയ്യിൽ തരുമ്പോൾ നീ അത് ആമേൻ വിളമ്പാതിരിക്കരുത്. സുവിശേഷം വിളമ്പാതിരിക്കരുത്, ഈ അപ്പത്തെ വിളമ്പാതിരിക്കരുത്. വിളമ്പാൻ വാങ്ങിയവർ വിളമ്പി തന്നെ ആകണം. ശിഷ്യന്മാരുടെ കയ്യിലാ കൊടുത്ത വിളമ്പാൻ. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനമെടുത്തവരാണ് ശിഷ്യന്മാർ. കാഹളം കാതുകളിൽ കേൾക്കാൻ കാലമായി. ഈ കാലത്തിൽ നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ജീവന്റെ അപ്പത്തെ വിളമ്പുവാൻ നീ മടിക്കരുത്. അവരെ ഇവരെയും കുറ്റം പറഞ്ഞ് കുറ പറഞ്ഞ് ഒതുങ്ങി കഴിയാനാണോ നിന്നെ വിളിച്ചത്? നിന്റെ കയ്യിൽ ഈ അപ്പത്തെ ഏൽപ്പിച്ചത് നീ അനേകർക്ക് വിളമ്പണം. നീ വിളമ്പിയാലേ ആ പാവങ്ങളുടെ വിശപ്പടങ്ങൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കൾ അത്രയും ഒരു ദൗത്യം ഏറ്റെടുക്കാം. കാൽവറിയിൽ നുറുക്കപ്പെട്ട അപ്പം വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ജീവന്റെ അപ്പം. ജനത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന, നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്ന ജീവന്റെ അപ്പം ഇതാണ്. ഈ അപ്പത്തെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് വിളമ്പാൻ